ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. ചാപ്റ്റർ 8 ജോയിനിങ് ആംഗിൾസ്. ഈ ചാപ്റ്ററിൽ പേജ് നമ്പർ 125, പേജ് നമ്പർ 129 ഈ രണ്ട് പേജിലെ എക്സസൈസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം പേജ് നമ്പർ 125. ഇൻ ഈച്ച് പിക്ചർ 2 ആംഗിൾ ആർ ഗിവൺ. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ആസ് എ സം ഓർ ഡിഫറൻസ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം, ആംഗിൾ ഡി എ സി 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ സി എ ബി 60 ഡിഗ്രി. ആംഗിൾ ഡി എ ബി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണും? ആംഗിൾ ഡി എ ബി ഈക്വൽ ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി. ആംഗിൾ ഡി എ സി എത്രയാണ്? 40 ഡിഗ്രി പ്ലസ് ആംഗിൾ സി എ ബി 60 ഡിഗ്രി. ടോട്ടൽ 100 ആണ് ആൻസർ, 100 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ഡി എ സി 30 ഡിഗ്രി തന്നിട്ടുണ്ട്, പിന്നെ ആംഗിൾ സി എ ബി 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഡി എ ബി, വലിയ ആംഗിളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഉള്ളിലുള്ള രണ്ട് ചെറിയ ആംഗിളും ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആംഗിൾ ഡി എ ബി ഈക്വൽ ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി. ആംഗിൾ ഡി എ സി 30 ഡിഗ്രി പ്ലസ് ആംഗിൾ സി എ ബി 60 ഡിഗ്രി. ആൻസർ 90 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ഡി എ സി ആണ് നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അത് ഉള്ളിലുള്ള ചെറിയ ആംഗിളാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. എന്താ തന്നിട്ടുള്ളത്? ആംഗിൾ ഡി എ ബി എന്ന് പറയുന്ന വലിയ ആംഗിൾ 80 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ സി എ ബി, അത് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതർ ആംഗിൾ, മറ്റേ ആംഗിൾ കാണണം. ഇപ്പോൾ ഫുൾ ആംഗിൾ തന്നിട്ടുണ്ട് 80 ഡിഗ്രി, അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ആംഗിൾ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. മറ്റേ ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? 80ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ആംഗിൾ ഡി എ സി ഈക്വൽ ആംഗിൾ ഡി എ ബി മൈനസ് ആംഗിൾ സി എ ബി. ആംഗിൾ ഡി എ ബി 80 ഡിഗ്രി മൈനസ് ആംഗിൾ സി എ ബി 30 ഡിഗ്രി. സോ ദ ആൻസർ ഈസ് 50 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. വലിയ ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നതാണ് വലിയ ആംഗിൾ, അത് 120 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് ചെറിയ ആംഗിൾ 45 തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഡി എ സി, അത് മറ്റൊരു ചെറിയ ആംഗിളാണ്. അപ്പോൾ ചെറിയ ആംഗിൾ കാണാൻ എപ്പോഴും വലുതിൽ നിന്നും ഒന്ന് തന്നിരിക്കുന്ന ഒരു ആംഗിൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ ഡി എ സി ഈക്വൽ ആംഗിൾ ഡി എ ബി മൈനസ് ആംഗിൾ സി എ ബി. സോ 120 മൈനസ് 45, 75 ഡിഗ്രി. ഇതാണ് ആദ്യത്തെ പേജിലെ എക്സസൈസ്. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 129 എക്സസൈസ് നോക്കാം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ പിക്ചർ ബിലോ 2 ആംഗിൾസ് ആർ മാർക്ക്ഡ് ആൻഡ് വൺ ഓഫ് ദം ഈസ് ഗിവൺ, ഫൈൻഡ് ദി അതർ. അപ്പോൾ അതിൽ ഓരോ പിക്ചറിലും 2 ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആംഗിളേ തന്നിട്ടുള്ളൂ, മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് തന്നിട്ട് അതിനെ രണ്ട് ആംഗിളാക്കി മാറ്റിയിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? എപ്പോഴും 180 ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു അതിലുള്ള ഒരു ചെറിയ ആംഗിൾ തന്നിട്ട് മറ്റേ ആംഗിൾ, ഒരു ആംഗിൾ തന്നിട്ട് മറ്റേ ആംഗിൾ ചോദിച്ചാൽ എപ്പോഴും 180ൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ മൈനസ് ചെയ്താൽ നമുക്ക് മറ്റേ ആംഗിൾ കിട്ടും. നോക്കാം. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് 2 ആംഗിൾ ആക്കിയിട്ടുണ്ട്. 2 ആംഗിളിൽ ഒരു ആംഗിൾ 100 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതർ ആംഗിൾ എത്രയായിരിക്കും? അതർ ആംഗിൾ ഈക്വൽ 180 മൈനസ് 100 ഡിഗ്രി, 80 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതും സെയിം തന്നെയാണ്. 2 ആംഗിൾ തന്നിട്ടുണ്ട്, അതിൽ ഒരു ആംഗിൾ 40 ഡിഗ്രി, ഫൈൻഡ് ദി അതർ ആംഗിൾ. അപ്പോൾ
നമുക്ക് കണ്ടില്ലേ, ഒരു സ്ട്രെയിറ്റ് ആംഗിളിനെയാണ് ഇവിടെ രണ്ട് കോണാക്കി അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, മറ്റേ ആംഗിളിൽ നമ്മൾ എങ്ങനെ കാണുക? സ്ട്രെയിറ്റ് ലൈനിൻ്റെ എപ്പോഴും നമുക്കറിയാമല്ലോ 180 ആയിരിക്കും. അപ്പോൾ അതർ ആംഗിൾ ഈക്വൽ 180 മൈനസ് 40 ഡിഗ്രി, 140 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പിക്ചേഴ്സൊക്കെ ചരിച്ച് തന്നാലും നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട, നമുക്ക് അതുപോലെ തന്നെ സെയിം പ്രോബ്ലം തന്നെയാണ്. കണ്ടില്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈന്, അതിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ് എങ്കിൽ മറ്റേ ആംഗിൾ എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതർ ആംഗിൾ ഈക്വൽ 180 മൈനസ് 50 ഡിഗ്രി, 130 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ സെയിം. One angle is given 80 degree, find the other angle. Other angle equal 180 minus 80 degree. So the answer is 100 degree. Okay. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് ഒരു ആംഗിൾ തന്നിട്ട് മറ്റത് ചോദിച്ചാൽ എപ്പോഴും 180യിൽ നിന്നും തന്നിരിക്കുന്ന ആംഗിൾ സബ്ട്രാക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ.